രാഷ്ട്രീയ ജീവിതത്തിൽ വിശ്രമിക്കാൻ മറന്നുപോയ VSന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഭാര്യ വസുമതി എന്ന ശക്തിയായിരുന്നു. VSന്റെ നിഴലായി വസുമതി. VSന്റെ കല്യാണ വിശേഷം ഇങ്ങനെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി സഖാവ് അച്യുതാനന്ദനും കോടംതുരുത്തിമുറിയിൽ കൊച്ചുതറയിൽ ശ്രീമതി വസുമതി അമ്മയും തമ്മിലുള്ള വിവാഹം 1967 ജൂലൈ 18 ഞായറാഴ്ച പകൽ 3 മണിക്ക് ആലപ്പുഴ മുല്ലയ്ക്കൽ നരസിംഹപുരം കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടത്തുന്നതിന് നിശ്ചയിച്ചിരിക്കുന്നതിനാൽ തദവസരത്തിൽ താങ്കളുടെ മഹനീയ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് താൽപര്യപ്പെടുന്നു. വിധേയൻ N. ശ്രീധരൻ, ജോയിന്റ് സെക്രട്ടറി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി. ഇതാണ് കല്യാണക്കത്ത്. 44-ാം വയസ്സിൽ വിവാഹം. കുടുംബം വേണ്ടെന്ന് വെച്ച VSന്റെ മനസ്സു മാറ്റിയത് ആ നേതാവാണ്. സന്തുഷ്ട ദാമ്പത്യത്തിന്റെ 58 വർഷങ്ങൾ. വിവാഹ വാർഷികത്തിന് പിന്നാലെ മടക്കം. VS അച്യുതാനന്ദൻ തന്റെ പാർട്ടി പ്രവർത്തനത്തിന് കല്യാണം തടസ്സമാകുമെന്ന് കരുതി കല്യാണമേ വേണ്ടെന്ന് കരുതിയ നേതാവാണ്. പലപ്പോഴും വിവാഹത്തെക്കുറിച്ചും പെണ്ണുകാണലിനെക്കുറിച്ചും പാർട്ടി സഖാക്കളും അടുത്ത ബന്ധുക്കളും പലപ്പോഴായി സൂചിപ്പിച്ചപ്പോഴൊക്കെ VS ഒഴിഞ്ഞുമാറി. അങ്ങനെ കാലം കുറെ കഴിഞ്ഞുപോയി. പോരാട്ടങ്ങളുടെ ഇടയിൽ എപ്പോഴോ തോന്നി ഒരു തുണ നല്ലതല്ലേ എന്ന്. അത് VS തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് എപ്പോഴോ ആണ് വയ്യാതാകുമ്പോൾ ഒരു തുണ നല്ലതേയില്ലെന്ന് ആലോചിച്ചതെന്ന്. പക്ഷേ അന്ന് പ്രായം 40 കഴിഞ്ഞിരുന്നു VSന്. അന്ന് VS CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി, കൂടെ MLAയുമായിരുന്നു. പാർട്ടിക്ക് വേണ്ടി ജീവിച്ച നേതാവിന്റെ താമസം ജില്ലാ കമ്മിറ്റി ഓഫീസിലും. ആ സമയത്ത് VSനെ കാണാൻ ചേട്ടൻ ഗംഗാധരനെത്തി. ഒരു കൂട്ടും കുടുംബവുമൊക്കെ വേണ്ടയെന്ന ഓർമ്മപ്പെടുത്തലും ചേട്ടന്റെ ഭാഗത്തുനിന്നുമുണ്ടായി. അതിനിടയിൽ തന്നെയാണ് അച്യുതാനന്ദന്റെ ശ്രദ്ധയിൽ ചേർത്തലയിലെ മുതിർന്ന സഖാവ് TK രാമൻ ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയുന്നത്. പേര് വസുമതി. സെക്കന്ദരാബാദ് ഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഫൈനൽ വിദ്യാർത്ഥിനി. വസുമതിയുടെ അച്ഛൻ നേരത്തെ മരിച്ചതുകൊണ്ട് തന്നെ തന്റെ കുടുംബത്തിനും അമ്മയ്ക്കും ഒരു താങ്ങാവാൻ വേഗം തന്നെ ജോലിയിൽ നേടിയ കുട്ടി. അതിനാൽ തന്നെ ചേർത്തല NES ബ്ലോക്കിൽ സോഷ്യൽ വർക്കറായി ലഭിച്ച താൽക്കാലിക ജോലി ഉപേക്ഷിച്ചായിരുന്നു നഴ്സിംഗ് പഠനം അതിവേഗം പൂർത്തിയാക്കിയത്. അന്ന് ആ നെട്ടോട്ടത്തിന്റെ സമയത്ത് മനസ്സിൽ കല്യാണപൂതിയൊന്നും വസുമതിക്കും ഉദിച്ചിരുന്നില്ല. കോടംതുരുത്തിൽ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു VS. ഏറ്റവും പിന്നിൽ നിന്ന് പ്രസംഗം കേൾക്കുകയായിരുന്നു വസുമതിയും. കൂടെ മറ്റ് സ്ത്രീ സഖാക്കളുമുണ്ട്. യോഗം കഴിഞ്ഞ് പിരിയാൻ തുടങ്ങുമ്പോൾ TK രാമൻ സഖാവ് വസുമതിയെ വിളിച്ചു. അക്കാലത്ത് VSന്റെ കയ്യിൽ ഒരു ബാഗ് സ്ഥിരമായി ഉണ്ടായിരുന്നു. ബാഗ് തുറന്ന് VS എന്തോ ഒരു പാർട്ടി രേഖ രാമൻ സഖാവിന് നൽകുകയും ചെയ്തു. അദ്ദേഹം അത് വസുമതിയുടെ കയ്യിൽ കൊടുത്തു. VS പോയി കഴിഞ്ഞപ്പോൾ TK രാമൻ സഖാവ് വസുമതിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് VS സഖാവിന്റെ പ്രസംഗം? അന്ന് വസുമതി മറുപടിയൊന്നും പറഞ്ഞില്ല. ആ ചോദ്യത്തിന്റെ അർത്ഥം അപ്പോൾ ആലോചിച്ചില്ല എന്നാണ് പിന്നീട് ഒരിക്കൽ വസുമതി പറയുകയും ചെയ്തത്. അന്ന് പക്ഷേ TK രാമനെ പോലുള്ള സഖാക്കൾ എന്നെ VSന്റെ ജീവിത സഖിയായി സങ്കല്പിച്ചിരുന്നു എന്നാണ് വസുമതി പറഞ്ഞത്. അന്നത്തെ പാർട്ടിയുടെ രീതി അങ്ങനെയായിരുന്നു. ഓരോ സഖാവിന്റെ ജീവിതത്തെക്കുറിച്ചും പ്രസ്ഥാനത്തിന് വ്യക്തമായ ചില തീരുമാനങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടായിരുന്നു. 4 വർഷം നീളുന്ന പഠനത്തിന് ശേഷം 1 വർഷം അവിടെ തന്നെ നഴ്സായി ജോലി ചെയ്യണമെന്ന ബോണ്ട് വ്യവസ്ഥ വസുമതിക്കുണ്ടായിരുന്നു. ബോണ്ടിന്റെ കാലാവധി തീരാൻ കഷ്ടിച്ച് 1 മാസമുള്ളപ്പോഴായിരുന്നു ഉടൻ വീട്ടിലെത്തണമെന്ന കമ്പി സന്ദേശം വസുമതിക്ക് പിന്നീട് ലഭിച്ചത്. തന്റെ വിവാഹം VS അച്യുതാനന്ദൻ MLAയുമായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന വാർത്തയായിരുന്നു ആ കമ്പി സന്ദേശത്തിൽ മറഞ്ഞിരുന്നത്. അങ്ങനെ 1967 ജൂലൈ 18 പ്രത്യേകിച്ച് മുഹൂർത്തങ്ങളും ആഭരണ അലങ്കാരങ്ങളുമില്ലാതെ VS വസുമതി വിവാഹം നടന്നു. VSന്റെയും വസുമതിയുടെയും വിവാഹം ആലപ്പുഴ നരസിംഹപുരം ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കായിരുന്നു നടന്നത്. കല്യാണ ക്ഷണക്കത്ത് N. ശ്രീധരന്റെ പേരിലായിരുന്നു. കല്യാണത്തിന് പ്രത്യേകിച്ച് മുഹൂർത്തമുണ്ടായിരുന്നില്ല. സ്വീകരിച്ചാനയിക്കാനും ആളില്ല. ആഭരണ അലങ്കാരങ്ങളോ ആഘോഷമോ ഉണ്ടായിരുന്നില്ല. സദ്യയുമില്ല. പരസ്പരം പൂമാല ചാർത്തൽ മാത്രം. അങ്ങനെ കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ പുതുമണവാളൻ മണവാട്ടിയെ സഹോദരിയുടെ വീട്ടിലാക്കി നിയമസഭാ സമ്മേളനത്തിനായി തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി. ഇതാണ് VS അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെയും വസുമതി എന്ന ഭാര്യയുടെയും കഥ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.